ദൈവമേ എന്റെ 1000 രൂപ പോയ പോക്ക്. ഹലോ ഗൈസ്, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര പ്രീമിയം പ്രോഡക്ട്സ്, അതായത് പ്രീമിയം മേക്കപ്പ് പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു സൈറ്റ് ഇവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ ആസ് യൂഷ്വൽ ഞാനും പോയി സൈറ്റിന്റെ ലിങ്ക് ഒക്കെ വാങ്ങിച്ചു. ആ വെബ്സൈറ്റിൽ നിന്ന് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനൊരു 1067 രൂപയ്ക്കോ 68 രൂപയ്ക്കോ അങ്ങനെ എന്തോ ആണ് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിവിടെ സ്ക്രീനിൽ ഞാൻ വാങ്ങിയ പ്രോഡക്ട്സും അതുപോലെ അതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തേക്കാം. സോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വിചാരിച്ചു ആ വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി അതിന്റെ റിവ്യൂ, പ്രോഡക്റ്റ് വന്നോ ഇല്ലയോ എന്നോ ഒന്നും എവിടെയും ഒരു ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടില്ല. കാരണം ഞാനത് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയതാണ്, ഞാൻ കേട്ടില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടി കാണിച്ചു തരാമെന്ന്. സോ അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇതാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ള പ്രോഡക്റ്റ്. പിന്നെ ഇതിന്റെ അകത്ത് പാക്കേജിങ്ങിലൊക്കെ ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ചെറിയ ബോക്സിൽ ഇനി പ്രോഡക്റ്റ് തന്നെയാണോ അല്ല കല്ലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. എന്റെ നെഞ്ചിടിക്കുന്നുണ്ട്, എന്റെ 1000 രൂപ പോയതാണ് ഇതിനു വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇത്രേ ഉള്ളൂ. ദൈവമേ എന്റെ 1000 രൂപ പോയ പോക്ക്. ഇതെല്ലാത്തിന്റെയും ജസ്റ്റ് മിനി വർഷം നമ്മൾ സാമ്പിൾ ഒക്കെ കിട്ടത്തില്ലേ, അതുപോലെയുള്ള സംഭവം. എന്റെ ദൈവമേ, എന്റെ അമ്മ എന്നെ കൊല്ലും. ഞാൻ ഓർഡർ ചെയ്ത സംഭവങ്ങളെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാമ്പിൾ ആയിട്ടാണെന്നെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നിൽക്കണമെങ്കിൽ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടോ? ദേ ഈ സൈഡിൽ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്ന ഇത്രയുള്ള ഈ സാധനം, ഇത് ഗുച്ചിയുടെ ഒരു പെർഫ്യൂം ആണ് ഗൈസ്. ചെറുതോ? നമുക്ക് എന്തായാലും മൊത്തത്തിൽ തുറന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സും കാണിച്ചു തരാം. മിഠായിയൊക്കെ തൊലിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ പിന്നെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഐറ്റം. ഇത് ഗുച്ചിയുടെ ബ്ലൂം എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ആണ്. എനിക്ക് പെർഫ്യൂംസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, എന്നാലും ആക്ച്വലി ഇത് എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് അമ്മ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയ സംഭവമാണ്. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടാവും, കണ്ടോളണം. ഓക്കെ, നമുക്കിനി ഇത് ഞാൻ തുറന്നു നോക്കാം. എന്തോ ഇത് മറ്റേ കോടാലി തൈലൊക്കെ കിട്ടുന്ന കുപ്പിയിലൊക്കെ ഇട്ട് തന്നേക്കും എന്നെ ദൈവമേ. എന്റെ ദൈവം, ഇത്ര ഉള്ളൂ സാധനം. എന്തുവാ ഇത്, തുറക്കാനും പറ്റൂലേ ഗൈസ്? ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല എന്നാ തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് നമ്മൾ മറ്റേ നമ്മുടെ അത്രയൊക്കെ തേക്കത്തില്ലേ, അത് കണക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി മണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒറിജിനൽ ആണ്. ഒറിജിനലിന്റെ ജസ്റ്റ് സാമ്പിൾ ബോട്ടിൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റും ഒരു പെർഫ്യൂം തന്നെയാണ്. ഇത് കോക്കോ എന്ന് പറയുന്ന, കോക്കോ ചാനലോ അങ്ങനെ എന്തോ ബ്രാൻഡിന്റെ ആണ്, എനിക്കറിയത്തില്ല. ചാനൽ പാരിസ് ആണ് കേട്ടോ. സോ ഇതും ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതുപോലെ തന്നെയാണ്. സാമ്പിൾ ബോട്ടിൽസിലാണ് തരുന്നത്. എന്താണ് പാക്കേജിങ് അത്ര നല്ലതല്ല ഗൈസ്. അത്രക്ക പോലെ തേക്കാം. ഇതും നല്ല മണമാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡിയോറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഏത് ഷെയ്ഡാണെന്നൊന്നും അറിയത്തില്ല, അവിടെ റാൻഡം ഷെയ്ഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ഓർഡർ ചെയ്തതാണ്. എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് അമ്മ എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത്ര ചെറുതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ഞാൻ കൊടുക്കുമാവോ? ഇത് പ്രതി ഷെയ്ഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അതും ഒരു മിനി ലിപ്സ്റ്റിക് ഒക്കെയാണ്. എനിക്ക് അറിയത്തില്ല ഗൈസ്, ഇത് ഒറിജിനൽ ആണോ കോപ്പി ആണോ എന്നൊന്നും. ഞാൻ മുന്നേ ഈ ബ്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് പേര് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഒറിജിനൽ ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഷെയ്ഡ് നോക്കാം. എനിക്ക് എന്തായാലും ചേരത്തില്ല, അതിന്റെ അമ്മയ്ക്ക് ചേരുമായിരിക്കും. മച്ച് പ്രൂഫ് ഒന്നും അല്ല. അപ്പൊ വെള്ളം വീണാൽ എന്തായാലും പോവും, പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റിക്ക് റേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കത്തുള്ളൂ. അടുത്തതും ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് പ്രൊഡക്റ്റ് ആണെന്ന്? ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള, ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ഗേൾസ് ഒക്കെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് YSLന്റെ ലിപ്സ്റ്റിക് ആണ് ഗൈസ്. സോ ഇത് എനിക്ക് ഏത് ഷെയ്ഡാണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എനിക്ക് YSL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താണ്. അപ്പൊ ഞാൻ അത്ര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ള ഷെയ്ഡാണ്. ചെയ്യാകുമായിരിക്കും.
YSL എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണോ എന്നൊന്ന് എന്നോട് പറയണേ. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഷെയ്ഡ് നോക്കാം. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഇല്ലേ കുറെ നേരം ഞാനിട്ട് കറക്കുന്ന കേസ് വരുന്നില്ല. ഇത്രയാണ് കേസ് ഉള്ളത്. ഞാൻ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഞാൻ ബ്രൗൺ ഷെയ്ഡ് മാത്രം യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ ഷെയ്ഡ് എനിക്ക് മാച്ച് ആവോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇട്ട് മീൻസ് കയ്യിൽ ആദ്യം ഷെയ്ഡ് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡാണ്. ഇതെനിക്ക് ചേരും സമാധാനമായി. ഈ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു സ്ട്രോബ് ഹൈലൈറ്റർ ആണ്. ഇത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ്. ഞാൻ യൂഷ്വലി ഐഷാഡോടെ വേറൊരു കളർ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യാത്തുള്ള കളർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യാറ്. സെപ്പറേറ്റ് ഹൈലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഹൈലൈറ്റർ വാങ്ങിച്ചു നോക്കാം എന്നുള്ള ഒരു ഇതിലാണ് വാങ്ങിയത്. അപ്പം ഇതാണ് സംഭവം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഹൈലൈറ്റർ കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതോ ഞാൻ മുമ്പ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് അറിയാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ യൂസിന് ഈ ഹൈലൈറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, കൊള്ളാം. നമുക്കൊരു 10ന് ഒരു 8 ഒക്കെ കൊടുക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഐബ്രോസിനുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെന്നാണ്. അങ്ങനെയാണ് അതിൽ കാണിച്ചത്. നമുക്കിപ്പോൾ അത് തുറന്നു നോക്കാം. ഇതാണ് സാധനം. കണ്ടിട്ട് മാർക്കറൊക്കെ പോലെയുണ്ട്. സെറ്റ് ആവോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇതിന്റെ ടിപ്പ് വരുന്നത്. ആക്ച്വലി ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോസിൽ യൂസ് ചെയ്യുമ്പോഴത്തേന് സെറ്റ് ആവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ഒന്നും ആവുന്നില്ല ഗൈസ്. നിങ്ങളിട്ട് ഭയങ്കരമായിട്ട് ഉരച്ചു കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ ഒക്കെ ആവത്തുള്ളൂ. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ കുഴപ്പമൊന്നും ഇല്ല ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഈ ഒരു സൈഡിൽ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാറില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ വെക്കാറില്ലേ ഉള്ളൂ. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐബ്രോസ് ഭയങ്കര തിന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൂടിയ പ്രീമിയം പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്ന് വിചാരിച്ച് നമ്മൾ വലിയ പാക്കേജിംഗ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മിനിയേച്ചർ ഫോംസ് ആണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് സാമ്പിൾ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണ്. കാരണം നിങ്ങൾക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നോട്ട് ഇതെനിക്ക് ഒറിജിനൽ ആണോ കോപ്പി ആണോ എന്ന് അറിയില്ല. ഒറിജിനൽ ആണെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പ്രോഡക്ട്സിന് ക്വാളിറ്റിയുടെ കംപ്ലൈൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, നമുക്ക് യൂസബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഇതിന്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് ഇവരുടെ ഡെലിവറി ടൈമിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആക്ച്വലി ഈ പ്രോഡക്ട്സ് എല്ലാം ഓർഡർ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഓർക്കണം, ഞാൻ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ January 8th 2026 ഇത് ഓർഡർ ചെയ്യുന്നത്. ഇന്നിപ്പോ February 7th ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലെയാണ് ഈ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ഈ ഡെലിവറി ടൈം ഓൾമോസ്റ്റ് 1 month എടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അവരെ 4-5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധ, അതായത് നമ്മുടെ ഈ ഒരു ഓർഡർ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്ന അല്ലാണ്ട് യാതൊരു ചേഞ്ച് വന്നിട്ടില്ല. സോ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് 20 to 25 ഡേയ്സിലാണ് നമ്മുടെ ഈ ഒരു ഡെലിവറി നടക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വൺസ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓർഡർ ക്യാൻസലേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് പിന്നെ ഒരുപാട് പ്രൊസീജിയർ ഞാൻ അത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രൊസീജിയർ നമ്മൾ ചെയ്തിട്ട് വേണം ഇത് റിട്ടേൺ എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറെ ദിവസം കഴിഞ്ഞിട്ട് അവർ നമുക്ക് പൈസ തിരിച്ചു തരുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ ഡെലിവറി ഡേയ്സിനെ കുറിച്ചിട്ടാണ്. സോ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ആദ്യം പറഞ്ഞു 20 to 25 ഡേയ്സ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് 25 ഡേയ്സ് ആകാറായപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് ഇവർ എന്നോട് പറഞ്ഞത് അഗൈൻ 10 to 12 ഡേയ്സ് എടുക്കും മാഡം എന്നാണ്. സോ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒന്നെങ്കിൽ എന്റെ പേയ്മെന്റ് തിരിച്ച്, ഞാൻ അടച്ചിട്ടുള്ള പേയ്മെന്റ് എനിക്ക് തിരിച്ച് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ കേസായിട്ട് ഫയൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടപ്പോൾ ഇവര് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ആ മൊമെന്റിൽ തന്നെ യുവർ ഓർഡർ ഹാസ് ബീൻ ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. പിന്നെ സ്റ്റാറ്റസ് എല്ലാം വേഗം എന്നായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കോള് വിളിച്ച് ദേഷ്യപ്പെട്ടതിന് ശേഷം ഒരു 3-4 ദിവസത്തിന്റെ അകത്ത് പ്രോഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയത്. സോ ഓർഡർ അറ്റ് യുവർ ഓൺ റിസ്ക്. എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരും. പക്ഷെ നമ്മൾ ഇതിന്റെ പിറകെ നടന്ന് മടുക്കും. നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ COD വെക്കുക, മുൻകൂട്ടി പേയ്മെന്റ് ചെയ്യാണ്ടിരിക്കുക. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കാരണം മേ ബി COD വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പേയ്മെന്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ പ്രോഡക്റ്റ് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് സൈഡാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും 1000 രൂപ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി. 1000 രൂപയ്ക്ക് 10 അല്ലായിരുന്നു. ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ വേർത്താണ്, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആണെന്നുണ്ടെങ്കിൽ വേർത്തല്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ ഡൗട്ട് ആണ്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന്റെ ഒരു റിവ്യൂ വേണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ.